ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡോക്ടർ, ഞാൻ ഇന്നലെ ഡോക്ടർക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ഇന്നലെ അല്ല, മിഞ്ഞാന്ന്. കോണ്ടെക്സ്റ്റ് വാസ് ഫോർ എ ഡിഫറെന്റ് ഡൗട്ട്. പക്ഷെ ഇന്നത്തെ ഈ ഡിസ്കഷനിൽ കയറിയപ്പോൾ എനിക്ക് കുറച്ചു കാലമായിട്ടുള്ള ഒരു ഡൗട്ടാണ് ഞാൻ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. സോ കുറെ ബുക്സിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, when you consider doing something that you truly love and are invested in, you are going to feel an influx of fear and pain, mostly because it will involve being vulnerable. ഇത് എത്രത്തോളം സത്യമാണ്? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോളൂ. എന്റെ പേര് റസീല. ഞാൻ 3rd ഇയർ UG പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. ICAR ന്യൂഡൽഹിയില് ബിടെക് ബയോടെക്നോളജിയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നത് എന്റെ ഒരു ഫ്യൂച്ചർ റെഫറൻസ്. ഞാൻ ഇപ്പൊ ഓർക്കണു, കുറേ മെസ്സേജുകൾ ഒരു ദിവസം 100 വരും. അപ്പൊ ഞാൻ സാധാരണ പറയാം, ഷെഡ്യൂൾ എ ജിമീറ്റ്, സെൻഡ് എ വാട്സ്ആപ്പ്, കൺഫേം ദ ടൈം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുക ചെയ്യാം. ആ സെന്റൻസിന്റെ കാതൽ ഒന്ന് പറയോ, ആസ് യു അണ്ടർസ്റ്റുഡ്? എനിക്ക് മനസ്സിലായത്, നമ്മൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ളത്, അതിയായ ആഗ്രഹത്തിലൂടെ നമ്മൾ പോകണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് പേടി ഉണ്ടാവും എന്നുള്ളതാണ് ഇത് പറയുന്നതായി എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആ പേടി ഉണ്ടാവുമ്പോ എന്ത് ചെയ്യും? എനിക്ക് പൊതുവെ ആ പേടി ഉണ്ടാവുമ്പോ പഴയ റൊട്ടീനിലേക്ക് പോകും. ഒന്നും കൂടി വായിക്കുന്നു, റീഡ് ഇറ്റ് അഗൈൻ. കാരണം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് പിടുത്തം കിട്ടി, ഒന്നുകൂടി എല്ലാവർക്കും മനസ്സിലാവട്ടെ വെച്ചിട്ട് ഒന്നുകൂടി വായിക്കുന്നത്. എന്നാ ഞാൻ ആ ഒരു പാരഗ്രാഫ് തന്നെ വായിക്കാം. വായിക്കും. I think it is very relevant. Yeah. When you consider doing something that you truly love and are invested in, you are going to feel an influx of fear and pain, mostly because it will involve being vulnerable. Bad feelings should not always be interpreted as deterrent. They are always indicators that you are doing something frightening and worthwhile. Not wanting to do something would make you feel indifferent about it. Fear is equal to interest. Fear is equal to interest. ഇതിനകത്ത് തന്നെ എന്താ മനസ്സിലാക്കണത്? somebody who is traveling in a path which is not normally traveled, right? Yes, sir. ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പാത്തിലൂടെയാണ് ഒരാൾ പോവാൻ മെനക്കെടുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ലൈറ്റനിങ് ആയിട്ടുള്ള, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ആണ് ദാറ്റ് ഡ്രൈവ്സ് മീ ടു ഡു സംതിങ്, എന്നെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അത് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. വളരെ പ്രോബബിളി നമ്മൾ വളരെ നാച്ചുറൽ ആണെന്ന് പറയുന്നതിന് നാച്ചുറൽ അല്ലാത്ത ചില സംഭവത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും എന്തുണ്ടാവും? എൻ്റെ കൂടെയുള്ള പല സിസ്റ്റംസും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, റോൾ, ഗോൾ, വാല്യൂസ്. എൻ്റെ ഗോള് ഇതാണ്, പക്ഷെ എൻ്റെ റോളിൽ എനിക്ക് ചുറ്റുമുള്ള കുറേ പേര് എൻ്റെ ഫിയർ ഫാക്ടേഴ്സ് ആണ്. ആ ഫിയർ ഫാക്ടേഴ്സ് എപ്പോഴും എന്നെ എന്ത് ചെയ്യും? വേണ്ട എന്ന് പറയിപ്പിക്കും. ആ പറയിപ്പിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ, എൻ്റെ അടുത്ത ഫിയർ എന്താണ്? ഞാൻ അതിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയി എന്ന് വിചാരിക്കുക, അതിൽ ഞാൻ പതറിപ്പോയി എന്ന് വിചാരിക്കുക, ഞാൻ ഇഫ് ദാറ്റ് ഡു നോട്ട് ബിക്കം സക്സസ്ഫുൾ, അല്ലെങ്കിൽ എനിക്ക് എന്നെ അവിടുന്ന് റിജക്ട് ചെയ്തു എന്ന് വിചാരിക്കുക, ഞാൻ എത്തുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റിയില്ല. അതൊരു എൻട്രൻസ് എക്സാം ആവാം, എനിക്ക് അവിടെ എൻട്രി കിട്ടിയില്ല, ഞാൻ പുറത്തായി. ഇത്രയും കാലം ചെയ്തത് എന്തിനാന്ന് പലരും ചോദിക്കും. അന്നേ ഞാൻ പറഞ്ഞതാ അത് ചെയ്യരുത്. അപ്പൊ അതൊരു ഫിയർ ഫാക്ടറായിട്ട് മാറും, അതൊരു ഫ്രൈറ്റനിങ് എഫക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഫിയർ എന്ന് പറയുന്നത്, ഐ കെയർ മൈസെൽഫ് ബട്ട് ഐ ഡോണ്ട് കെയർ അതേഴ്സ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ കെയർ ഉണ്ട്, എനിക്കിതാണ് വേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ കൂടെ കുറേ പേരും കൂടി ഉണ്ട്, അവരൊക്കെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം ഷഠേദേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശ്യത്ന. ഉദ്യമം, പ്ലാനിങ്. എപ്പോ പ്ലാനിങ് ഉണ്ടാവും? എല്ലാവർക്കും പ്ലാനിങ് ഉണ്ട്, പക്ഷെ എന്തില്ല? സാഹസം, ജംപ് ഇൻ ടു ആക്ഷൻ. അതിൽ നമ്മൾ അത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ധൈര്യം, ബുദ്ധി, ശക്തി ഒക്കെ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ചുറ്റും കുറേ കെട്ടുപാടുകൾ ഉണ്ടാവും. കെട്ടുപാടുകളാണ് എപ്പോഴും. പരാക്രമം ഉണ്ടാവണം. അവര് നോ എന്ന് പറയുമ്പോൾ യെസ് എന്ന് പറയാനുള്ള ധൈര്യം, അതിനുള്ള ആർജവം, അതിനുള്ള താക്കത്ത്,
അതില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ ചിലപ്പോൾ സറണ്ടർ ആയി പോകും. അപ്പൊ എല്ലാ ഡിസയറിനും പിന്നിൽ ഒരു ഫിയർ ഉണ്ട്. ആ ഫിയർ ഇല്ലാതിരിക്കില്ല, ആർക്കും ഉണ്ടാവും. ചിലർക്ക് ബ്ലൈൻഡ് ആയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചിലർക്ക് അത് ഞാൻ ഇന്ന് ആരോടോ ചോദിച്ചു, ഇന്നൊരു സിവിൽ സർവീസിന്റെ ആസ്പിറന്റ് ഡിസ്കഷൻ ആയിരുന്നു. നമ്മൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് കിട്ടാതിരിക്കുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് എന്റെ സ്ഥിതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ നോട്ട് ഫിറ്റ് ഫോർ ബീയിങ് എ സിവിൽ സർവന്റ്. ഇല്ല, ഞാൻ എന്തായാലും കിട്ടും. ഞാൻ പറഞ്ഞു കിട്ടില്ല. കിട്ടുകയാണെങ്കിലും അത് അബദ്ധമാണ്. കാരണം നാളെ നിങ്ങൾ വലിയ ഫയലുകൾ പഠിച്ച് 3 മാസം ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തു, എന്നിട്ട് ഗവൺമെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിപ്രഷനിൽ പോയി എന്ത് ചെയ്യും? നമ്മൾ ഈ ഗവൺമെന്റിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പല പ്രോജക്റ്റുകളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. അതൊന്നും അവർ ഇംപ്ലിമെന്റ് ചെയ്യില്ല. അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിലും ശരി, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരൊക്കെ മാത്രമേ 20 കൊല്ലൊക്കെ ഗവൺമെന്റ് സർവീസിൽ നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിലും അങ്ങനെയായി പോകും. നമ്മൾ അങ്ങനെയാണ്. ഡോക്ടർ TPS അങ്ങനെയാണ്. നമ്മളിപ്പോ ഒരു കാര്യം പറയും ഒരാളോട്, നടന്നോ? ശരി, നടന്നില്ല, കുഴപ്പമില്ല. കാരണം ഇത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്തു 20 കൊല്ലേ. ഇതിനേക്കാളും മനക്കെട്ടിട്ട് ഇതിനേക്കാളും ഇൻട്രസ്റ്റോടുകൂടി പല കാര്യങ്ങളും ചെയ്തിട്ട് അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അണ്ടർസ്റ്റുഡ്? പക്ഷെ അതൊരു ഫിയർ ഫാക്ടറോട് കൂടി അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ കഥ എഴുതുന്നതിലും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലും പുറത്തുള്ള ഒരു ലോകത്ത് ഒരു പാരഗ്രാഫ് എഴുതിയാൽ അത് ലോകത്തിൽ എപ്പോഴും കറക്റ്റ് ആണെന്നൊന്നും വിശ്വസിക്കരുത്. ആ കോണ്ടെക്സ്റ്റില് അയാൾ എഴുതിയിട്ടുള്ള കാര്യത്തിൽ അത് കറക്റ്റാണ്. സോ ദർ ഈസ് നത്തിങ് കോൾഡ് യൂണിവേഴ്സലി കറക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഇത് ഏത് കോണ്ടെക്സ്റ്റ് അറിയില്ല. ഇത് എനിക്ക് ഒരാൾ സജസ്റ്റ് ചെയ്തതാണ്, വായിക്കണം എന്ന് പറഞ്ഞു. അല്ല, ഇതൊക്കെ കൊള്ളാം. ഞാൻ പറയുന്നത് ഇതിൽ ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രേസി ഐഡിയ ആയിട്ടുള്ള ഓൺട്രപ്രൈനർ ആയിട്ട് പോകാൻ പറ്റുന്ന ബിസിനസ് മൈൻഡ് ഉള്ളവർക്കൊക്കെ ദാറ്റ് ഈസ് ഗ്രേറ്റ്. ബിസിനസ് മൈൻഡ് ഉള്ളവർക്ക് എപ്പോഴും എന്ത് പ്രതിബന്ധം വന്നാലും ഞാൻ ബിസിനസ്സിൽ ചാടും. അത് ബിസിനസ് ഓറിയന്റേഷൻ ആണ്. ഞാനൊക്കെ ഗവൺമെന്റ് ഓറിയന്റേഷൻ ആണ്. ഞാനൊക്കെ ഐ എം എ സർവന്റ്, ഐ എം എ ഗവൺമെന്റ് സർവന്റ് എന്നാണ്. അപ്പൊ എനിക്കൊരു സർവന്റിന് ഒരിക്കലും ഈ ചിന്ത പറ്റുമോ? ഒരു സർവന്റ് നിങ്ങളുടെ വീട്ടിൽ പണിക്ക് വരുന്നു, അയാൾ തീരുമാനിക്കുന്നു ഇന്ന സാധനങ്ങൾ ഇന്നടത്തൊക്കെയാ വെക്കേണ്ടതെന്ന്. അയാൾക്ക് പറ്റുമോ? അവര് പറയും മാസ്റ്റർ വിൽ ടെൽ യു ഷുഡ് ലിസൺ എന്നാ പറയാ. ആണോ അല്ലയോ? അത് അവിടെയാണ് വെക്കേണ്ടത്, ഞാനാ പറയണത്, അത് വെച്ചാൽ മതി എന്ന് ഞാൻ പറയുമ്പോൾ ഒരു സർവന്റ് പറയാണ് നോ നോ നോ, ഇവിടെയല്ല വെക്കേണ്ടത്, അവിടെയാ വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുടുങ്ങിയില്ലേ? അവർക്ക് ഒരിക്കലും സർവന്റ് ആവാൻ പറ്റില്ല. അപ്പൊ അതോറിറ്റി, ബിസിനസ്, മാസ്റ്റർ, സർവന്റ്, ഇവരൊക്കെ കാറ്റഗറീസ് ഡിഫറെന്റ് ആണ്. അവർ തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ എഴുതപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് ഹി ഈസ് ഗുഡ്, ഹി ഈസ് ഗ്രേറ്റ്, പ്രോബബ്ലി ദാറ്റ് ഡസന്റ് വർക്ക്. അങ്ങനെ കുറെ സിവിൽ സർവന്റ്സ് അടക്കമുണ്ട്. They couldn't become a government servant, they resigned and they became into politics, thinking that politics will give them freedom. അവസാനം പൊളിറ്റിക്സിൽ പൂർണ്ണമായിട്ടും പാളീസായി. പൊളിറ്റിക്സിൽ നിൽക്കണമെങ്കിൽ സബോർഡിനേഷൻ അത്യാവശ്യമാണ്. മനസ്സിലായോ? ആ സബോർഡിനേഷൻ കുറച്ച് കുറയുമ്പോഴാണ് പൊളിറ്റിക്സിലും അവര് മുന്നോട്ട് പോകാത്തത്. അതുകൊണ്ട് ഈ പാരഗ്രാഫുകളൊക്കെ വായിക്കുമ്പോൾ ഡോണ്ട് റീഡ്, യു ഷുഡ് ഓൾസോ റീഡ് സം അതർ പാരഗ്രാഫ്. ഈ ഫെയിലിയർ ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഫെയിൽഡ് പൊളിറ്റീഷ്യൻ. യു നോ Mahatma Gandhi on his last birth date he said I have no more desire to live, my life is not that great now, I lost all my hopes in life എന്ന് എഴുതിയിട്ടുണ്ട് മഹാത്മാഗാന്ധി. ഇത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള മഹാത്മാഗാന്ധി അങ്ങനെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഫെയിലിയർ ആവുന്നത് ഇറ്റ്സ് നോട്ട് എ ഫെയിലിയർ ഓഫ് യുവർ ലൈഫ്. In that context you have failed, but in many other contexts you have served a lot of people in the world. നമുക്ക് ചിലപ്പം അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഫാദർ ആയിട്ട് ഉള്ള ഒരു സിനിമയുണ്ട്, ഗാന്ധി മൈ ഫാദർ. That shows Gandhi was not a great father. Probably Gandhi was not a great father, but he was something great in a different context. ഇപ്പൊ എല്ലാത്തിലും ഗ്രേറ്റ് ആവാൻ പറ്റിയെന്നൊന്നും വരില്ല. ഇപ്പൊ കോണ്ടെക്സ്ച്വലി യു മസ്റ്റ് റീഡ്. Good, Rasi.